ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഷലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം. യുവജനങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഓപ്പണായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടേണിംഗ് പോയിന്റ്. ഇന്ന് ഈ എപ്പിസോഡ് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സുനിൽ ചേട്ടനാണ്. സാറിന് പരിചയപ്പെടുത്തി തുടങ്ങിക്കോളൂ. അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് സുനിൽ എലിയാസ് എന്നാണ്. കൊല്ലത്താണ് വീട്. ഞാൻ ടീച്ചറാണ്. 6 മക്കൾ. സാർ, ഞാൻ ബ്രിസ്റ്റോ മാത്യു. എൻ്റെ ഭാര്യയുടെ പേര് മരിയ ബ്രിസ്റ്റോ. ഞങ്ങൾക്ക് 8 മക്കളാണ്. പാലക്കാട് രൂപതയിൽ മംഗളഡാമാണ് ഇടവക. ഇപ്പോൾ പാലാ രൂപതയിൽ ചേർപ്പുങ്കൽ BVM ഹോളി ക്രോസ് കോളേജിൽ MSW ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് ടിൻഡു. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഹസ്ബൻഡ് സോണി. 5 മക്കൾ. ഞാനൊരു സ്കൂൾ കൗൺസിലറാണ്. എൻ്റെ പേര് സിൻഡോ. ഞാൻ BEd സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. വീട്ടിൽ പപ്പ, അമ്മ, ചേച്ചി. ഞാൻ കാറ്റീസം, ഇടവകയിലെ കാറ്റീസം അധ്യാപകനാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ എപ്പിസോഡിലേക്ക് പ്രത്യേകമായ സ്വാഗതം. വിവാഹമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിവാഹം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രണയവും പ്രണയത്തിന് തുടർന്നുണ്ടാവുന്ന ലവ് മാരേജിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ എപ്പിസോഡിൽ കൃത്യമായിട്ട് അറേഞ്ച്ഡ് മാരേജ് ആണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ തോന്നും എന്തൊരു ഔട്ട്ഡേറ്റഡ് സബ്ജക്റ്റ് ആണ്. നമുക്ക് എന്താണ് ഇന്നത്തെ യുവജനങ്ങൾ ഈ അറേഞ്ച്ഡ് മാരേജ് കൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അറേഞ്ച് മാരേജ് ആണ്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വീട്ടുകാർ വരുവാണെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്ക് അവർ വേണം, ഒരു ബാക്ക് പില്ലറായിട്ടൊക്കെ വേണം നമുക്ക്. സോ അവരുടെയും കൂടെ ഡിസിഷൻസ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് വേണം നമുക്കൊരു മുമ്പോട്ടൊരു ജീവിതം അവരും കൂടെ വേണമല്ലോ. ജീവിതത്തിന് മുമ്പോട്ടാണെങ്കിലും വേണം നമുക്ക് അവർ. ഞാൻ ലവ് മാരേജിന് എതിരല്ല, പക്ഷേ ഞാൻ തീർച്ചയായും അറേഞ്ച് മാരേജ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവരുടെ ലിവിങ് സ്റ്റാറ്റസ് മനസ്സിലാക്കി അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറേഞ്ച് മാരേജ് ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ ഇത്രയും നാളും വളർത്തിയിട്ട് അവരെ എന്താ പറയുക ഹാർട്ട് ചെയ്തുകൊണ്ടൊരു ലവ് മാരേജ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഹാർട്ടാകും. സോ ഞാൻ അവരുടെ ഒരു ഇഷ്ടത്തിന് ആളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ അറേഞ്ച് മാരേജിന്. എൻ്റെ അഭിപ്രായത്തിൽ അറേഞ്ച് മാരേജ് ആയിരിക്കും നല്ലത്. കാര്യം പേരൻസ് നല്ലപോലെ നോക്കിയായിരിക്കും ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ലവ് മാരേജ് എന്ന് പറയുമ്പം നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷേ ഫാമിലി അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പം അറേഞ്ച് മാരേജാണ് എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിലും ഇത്രയേറെ യുവജനങ്ങൾ, ഇത് നമ്മൾ വളരെ റാൻഡമായിട്ട് പല കോളേജിനകത്ത് സർവേയിൽ നിന്നുള്ള ക്ലിപ്പുകളായിരുന്നു. ഇത്രയും യുവജനങ്ങൾ ഇപ്പോഴും ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന ഒരു ഏജ് ഓൾഡ് കൺസെപ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യയിലൊക്കെ മാത്രം, അതും കേരളത്തിൽ കുറച്ച് ചുരുക്കം സ്ഥലങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഇതിന് കുറേ നന്മകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ്റെ വിവാഹമൊക്കെ അറേഞ്ച്ഡ് മാരേജിൽ ഉറപ്പിച്ചതിന് ശേഷം അവൻ അവൻ്റെ വികാരിയച്ഛനെ ചെന്ന് കാണാൻ വേണ്ടി ചെന്നു. വികാരിച്ചനെ കാണുന്നപ്പോഴത്തേക്ക് വികാരിച്ചൻ പറയുന്നത് അതൊക്കെ തെറ്റുപറ്റി. ഇവനാകെ പേടിച്ചു പോയി. ഇവൻ വിചാരിച്ചു ദൈവമേ ഇനി പെണ്ണ് കണ്ട ആള് പ്രശ്നമായോ, എന്തെങ്കിലും പ്രശ്നമായോ, വലിയ നല്ല അടിപൊളി രീതിയിലൊക്കെ ആലോചിച്ച് ചെയ്തതായിരുന്നു. കാര്യം എന്നൊക്കെ തെറ്റുപറ്റി, നീ ഉറപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുക്ക് വരണമായിരുന്നു. അപ്പോൾ എനിക്ക് സുഗമമായിട്ട് നിന്റെ ഒരു വികാരി എന്ന നിലയിൽ ആ പെൺകുട്ടിയുടെ ഇടവകയിലേക്ക് അവിടുത്തെ വികാരിയോട്, ഒരു വികാരി എന്ന് പറഞ്ഞാൽ ഇടവകയുടെ അപ്പൻ കൂടിയാണല്ലോ, ആത്മീയമായ ഒരു അപ്പൻ കൂടിയാണല്ലോ. അപ്പോൾ അത്രയും പുള്ളി പറയും, എനിക്ക് അവരെ ചോദിച്ചു നോക്കി ആ കുടുംബ സാഹചര്യവും ആ പെൺകുട്ടിയൊക്കെ പഠിച്ചത് എന്നോട് പറയാമായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിന്റെ കൂട്ടുകാരോടൊക്കെ പറയണം, ഉറപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുക്കോട്ട് വരണം. എനിക്ക് തോന്നി ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ചേർച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലി സിസ്റ്റത്തിൻ്റെ, കത്തോലിക്ക സഭയുടെയൊക്കെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതാണ്. എത്ര മനോഹരമായിട്ടാണ് നമുക്ക് സിസ്റ്റം ഉള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ CIA-യെക്കാളും FBI-യെക്കാളും മൊസാദിനേക്കാളൊക്കെ ഏറ്റവും വലിയ നല്ല ഈ ഒരു എന്താ പറയുക അണ്ടർ കറന്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം ഉള്ളത് കത്തോലിക്ക സഭയ്ക്കാണ്. അതൊക്കെ തന്നെയാണ് ഈ അറേഞ്ച്ഡ് മാരേജിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയും വിജയത്തിനുള്ള കാരണവും. അപ്പോൾ നമുക്ക് ഈ അറേഞ്ച്ഡ് മാരേജിന്റെ കുറച്ച് നൂലാമാലകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ചുകൂടി മനോഹരമാക്കാൻ സാധ്യതയുള്ള ഏരിയകളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കാര്യം, അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് പേരൻസിന്റെ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. ഒരു ഇയർലി ലൈഫ് മുതൽ തന്നെ എങ്ങനെ ഈ ഒരു കുഞ്ഞിനെ വിവാഹം എന്ന വിളിയിലോട്ടൊക്കെ ആദ്യം പറയേണ്ട അതായിരുന്നു. വിവാഹം എന്ന വിളി തിരിച്ചറിയാൻ ഉള്ള കാലം മുതൽ കുടുംബത്തിന് അസിസ്റ്റൻസ് വേണം. നമുക്കതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ 3 പേരും ഇരിക്കുന്നത് അപ്പനമ്മമാർ തന്നെയാണ്. ചേച്ചിക്ക് 5 മക്കളുണ്ട്. മൂത്താൾ ഓൾറെഡി +1 എത്തി. സാറിന്റെ മൂത്താള് ഡിഗ്രി എത്തി. സാറിന്റെ മൂത്താള് +10th സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവരെ അതിനകത്ത് ഉറപ്പായിട്ടും ഒരു വിളിയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഏരിയകളൊക്കെ എത്തിക്കാണുമല്ലോ.
അപ്പോൾ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? തീർച്ചയായിട്ടും അച്ഛാ, ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് നമ്മൾ മക്കളോട് പറയുന്നത്. എൻ്റെ മൂത്തവളുടെ കാര്യമാണെങ്കിൽ അവൾ ഓൾറെഡി എൻ്റെ ജീവിതാന്തസ് വിവാഹമാണെന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഒരാളാണ്. എന്നുവെച്ചാൽ അത് പിന്നെ എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മറ്റേ ആൾക്കാരൊന്നും തിരഞ്ഞെടുത്ത് അങ്ങനത്തെ ഒരു സംഭവം ആയിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. എപ്പോൾ ദിവികാരണത്തിൻ്റെ മുന്നിലിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്നാലും ഈ 5 പേർക്കും അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാനും അല്ലെ അവരുടെ ബാക്കിയുള്ള ഭാവി കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കാൻ വേണ്ടി കാര്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം, ഞാൻ കൂടുതൽ സമയം നോക്കിപ്പോയത് ക്ഷമിക്കണം. അതായത് ഒരു ഭയങ്കര രസകരമായ ഒരു സംഭവം ഒരു ടീച്ചർ പറഞ്ഞു നോക്കുന്നത്. ടീച്ചറിൻ്റെ സ്കൂൾ ലൈഫിലെ കാര്യമാണ്. ടീച്ചർ 8ാം ക്ലാസ് പഠിക്കുകയാണ്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്ക് 8ാം ക്ലാസ് വെച്ച് സിസ്റ്റർ, ക്ലാസ് ടീച്ചർ ഉച്ച കഴിഞ്ഞുള്ള സബ്ജക്റ്റിൽ മാത്സിൻ്റെ ക്ലാസ്സാണ്. സിസ്റ്റർ ഒരു കന്യാസ്ത്രീ വന്നിട്ട് പിള്ളേർ മാത്സ് ഒക്കെ നമുക്ക് ഉച്ച കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ അറിയാമല്ലോ, എന്ത് ഭീകരമാണ്. അപ്പോഴത്തേക്ക് ടീച്ചർ വന്നിട്ട് ആദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിത വിളി എന്താണെന്ന്. അപ്പോൾ പിള്ളേർക്ക് ജീവിത വിളി അറിയാതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ 8ാം ക്ലാസ് പഠിക്കുക എന്ത് ജീവിത വിളി, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള. അപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിലാണ് ഇഷ്ടം, അച്ഛനാവാനാണ് ഇഷ്ടം, കന്യാസ്ത്രീയാണ് ഇഷ്ടം, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ വളരെ മൈനോറിറ്റി ആണല്ലോ അപ്പോൾ ഈ അച്ഛനാവാനും കന്യാസ്ത്രീയാവാനും. അവരൊക്കെ മാറ്റിയിട്ട് സിസ്റ്റർ പറഞ്ഞു മാസ്റ്റ് മജോറിറ്റി വിവാഹ ജീവിതമാണല്ലോ. ഇപ്പോൾ ടീച്ചർ അടുത്തിരുന്ന ഒരു വശത്ത് പെൺകുട്ടികൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ പുരുഷൻ ഇപ്പോൾ എവിടെയായിരിക്കും? അപ്പോൾ പിള്ളേർ ഇങ്ങനെ കിളി പോയി. അപ്പോൾ ഇപ്പറേ ഇരുന്നവന്മാർ മസിലൊക്കെ വിരിപ്പിച്ചു. ഇപ്പം ഞാനെങ്ങാനും ആണെങ്കിലോ അവർക്ക് ഈ നോട്ടമുള്ളൊരു ക്രഷുള്ളവരൊക്കെ കാണുമല്ലോ. അപ്പോൾ ടീച്ചർ സിസ്റ്റർ പറഞ്ഞു ചിലപ്പോൾ ഇവരെല്ലാം ആയിരിക്കാം. അവന്മാരിങ്ങനെ മസിൽ വിരിച്ചു. ചിലപ്പോൾ അവൻ പുറത്തെവിടെയും കളിക്കാൻ പോയിരിക്കുമായിരിക്കാം, അപ്പുറത്തെ ക്ലാസ് റൂമിലായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും മാറി സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ക്ലാസ് കെട്ടി കളിക്കാൻ പോയിരിക്കുമായിരിക്കും, എവിടെ വേണമെങ്കിലും ആയിരിക്കാം. ബോയ്സിനോട് ചോദിച്ചു നിങ്ങളുടെ ജീവിത പങ്കാളി ഇപ്പോൾ എവിടെയായിരിക്കും? അപ്പോൾ അണ്ണന്മാരൊക്കെ സൈഡിലൂടെ കുളിഞ്ഞൊക്കെ നോക്കുന്നു, ഇവിടെ കണ്ട് ഇരിപ്പുണ്ടോ എന്ന രീതിയിലൊക്കെ എല്ലാം കഴിഞ്ഞ് സിസ്റ്റർ പറഞ്ഞു അറിയില്ല, അവർ വേറെ ഏതെങ്കിലും ക്ലാസ് റൂമിലായിരിക്കും, വേറെ ഏതെങ്കിലും പയ്യനോടെ കറങ്ങാൻ പോയി കാണും, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷേ നമുക്ക് ആകെ ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ, അത് ഇപ്പോൾ മുതൽ, അത് 8ാം ക്ലാസ്സിലാണ്, ഇപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിത പങ്കാളി കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക. അപ്പോൾ ഓൺ ദ അതർ സൈഡ് ഏതെങ്കിലും ലോകത്തിലെ ഏതെങ്കിലും മൂലയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പ്രാർത്ഥനാപൂർവ്വം വിശ്വസ്തപൂർവ്വം കാത്തിരിക്കുന്നുണ്ടാവും, ഉറപ്പായിട്ട് ദൈവം ഒരുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ബാക്ക് ടു ഫാമിലീസ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ഈ ജീവിതാന്തസ് എന്ന് പറയുമ്പോൾ അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുമായിട്ട് പരിചയം വേണം. അപ്പോൾ ഏതെല്ലാം ജീവിത അന്തസ് ഉണ്ടെന്നുള്ളതും അവർക്ക് പരിചയപ്പെടും. ഉദാഹരണത്തിന് നമ്മൾ പിന്നെ വൈദികരുമായിട്ടോ ബ്രദേഴ്സുമായിട്ടോ ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പോയി അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ജീവിതാന്തസ്സിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഫാമിലീസിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ വിശേഷങ്ങൾ പറയുമ്പോൾ അവർക്ക് കുടുംബ ജീവിതത്തിൽ ഐഡിയ കിട്ടും. ഇനി ഏകസ്ഥ ജീവിതമുണ്ട്, നമുക്ക് വലിയ പിടിയില്ല എങ്കിലും അതും ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂസ് ചെയ്തതിന് മുമ്പ് ഇവർക്കൊരു ഐഡിയ വേണം എന്തെല്ലാം മേഖലകളിലേക്കുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് 3 ജീവിതവിളി, ദൈവവിളി എന്ന് പറയുന്നത് പട്ടത്തിലേക്കും കന്യാസ്ത്രീയാവാനും മാത്രമല്ല, കുടുംബജീവിതത്തിലേക്കും ദൈവവിളി എന്ന അടിസ്ഥാനപരമായ കാര്യം. അത് 2 വിളികളായി. മൂന്നാമത് ഏകസ്ഥം. എല്ലാവർക്കും ഒന്നും വിവാഹം കഴിക്കാൻ വിളിയൊന്നുമില്ല. അതുകൊണ്ടാണ് പലതും പെട്ടെന്ന് തന്നെ വിവാഹബോധത്തിലേക്ക് എത്തുന്നത്. വിവാഹത്തിന് വിളിയില്ലാത്ത ഒരാൾ മറ്റാളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അയാളുടെ ജീവിതം കൂടി കൊളാവുകയാണ്. അതുകൊണ്ട് വിളിയുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വൊക്കേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ വൊക്കേഷൻ ക്യാമ്പിന് പോകുന്നത് ശരിക്കും അച്ഛനാവാനോ സിസ്റ്റർ ആവാനോ വേണ്ടവർക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് വൊക്കേഷൻ ക്യാമ്പ് എന്നുള്ളൊരു ലേബൽ തന്നെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ മക്കൾക്കും ഈ വൊക്കേഷൻ, അവരുടെ വൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓറിയന്റേഷനൊക്കെ നമ്മൾ കരിയർ ഓറിയന്റേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു വൊക്കേഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓറിയന്റേഷനൊക്കെ കൊടുക്കണമെന്ന് തോന്നുന്നു. പറഞ്ഞ കാര്യം ശരിക്കും നമ്മൾ സഭാപരമായിട്ട്, പ്രത്യേകിച്ച് ഇതൊക്കെ കാണുന്ന സൺഡേ സ്കൂൾ അധ്യാപകരും വികാരിയച്ചന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഇടവകയിലും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. നമ്മൾ എല്ലാ പിള്ളേർക്കും 10th ഒക്കെ കഴിയുമ്പോൾ കരിയർ ഗൈഡൻസ്, വൊക്കേഷൻ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും വൊക്കേഷൻ ഗൈഡൻസ് കൊടുക്കാറില്ല. പിന്നെ ഈ സെമിനാറുകളിൽ ചേരാനുള്ളവർക്ക് മാത്രമാണ് ദൈവ വിളിക്കാമ്പ്. ദൈവ വിളിക്കാമ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ അത് മാത്രം ദൈവ വിളിയാന്നുള്ളതാണല്ലോ, അതല്ലല്ലോ. ദൈവ വിളിക്കാൻ ശരിക്കും വൊക്കേഷൻ ഡിസേൺമെന്റ് ക്യാമ്പാണ് നടത്തേണ്ടത്. അതിന് 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ നമ്മുടെ ഇടവകൾ തുടർച്ചയായിട്ട് നടത്തപ്പെടണം. രൂപതകളിലെ ഇടവകളിൽ ഫൊറോനകളിലൊക്കെ നടത്തപ്പെടണം. അത് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ മനസ്സിലാകണം. പല വിളികൾ, സാർ നേരത്തെ പറഞ്ഞ പല വിളികൾ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കപ്പെടണം, പല കോൺഗ്രിഗേഷൻസ് അവതരിപ്പിക്കപ്പെടണം, പല ഇടവക അച്ഛന്മാർ അവതരിപ്പിക്കപ്പെടണം, കുറെ വ്യത്യസ്തമായ വിളികൾ അവതരിപ്പിക്കപ്പെടണം. ഇത് കണ്ട് പിള്ളേർക്ക് മനസ്സിലാവും, ഒരു സ്പാർക്ക് കിട്ടും, ഇതാണ് എൻ്റെ വഴി എന്നത് മനസ്സിലാവും. വീടുകളിൽ പോലും പേരൻസ് കരിയറിനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ഈ വൊക്കേഷൻസ് എന്നുള്ള കാര്യം മനസ്സിൽ പോലും ഇല്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈ 2 കാര്യവും ഒരുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിതിനെ കുറേ കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പേരൻസ് പറയുന്ന തിയറികളും അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന തിയറികളെക്കാൾ ഉപരി ഇവരുടെ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് റിയൽ ഫാക്ടർ. അത് പിള്ളേർ വിലയിരുത്തും. എൻ്റെ മൂത്ത കൊച്ച് 10ാം ക്ലാസ്സിലും 8ാമത്തെ ആള് 1.5 വയസ്സും. ഇത് പിള്ളേർ നോക്കും. ഞാൻ എൻ്റെ വൈഫിനോട്
എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ഈ ചാനലിൽ ഇരുന്ന് കഥകളൊക്കെ പറയുന്നു, എവിടെയെങ്കിലും വലിയ പ്രസംഗമൊക്കെ പറയുന്നു. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അപ്പ എങ്ങനെയാണ്? ഇത് വലിയൊരു കാര്യമാണ്. 2, അപ്പ ചർച്ചിനോട് എങ്ങനെയാണ്, എൻ്റെ വികാരിയച്ഛനോട് ഞാൻ എങ്ങനെയാണ്. വികാരിയച്ഛനെ കാണുമ്പം സ്തുതിയായിരിക്കട്ടെ എന്നൊരു സ്തുതി കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് വേറെ ചാനൽ കണ്ട് സഭ അവഹേളിക്കപ്പെടുമ്പോൾ ഒന്നുകൂടെ ഉഷാറായിട്ടിരുന്ന് ചെരിഞ്ഞിരുന്ന് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ കൊടുക്കുന്നത് ദുർമാതൃകയാണ്. റിയൽ ലൈഫ് സിനാരിയോയിൽ ഞാൻ മാതൃക കൊടുത്തിട്ട് ഇവരെ ഒരാഴ്ചത്തെ ക്യാമ്പിന് വിട്ടാൽ അത് 100% വർക്കാവില്ല. അപ്പം ആസ് എ പേരൻറ്റ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. സാറേ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കുടുംബം ഗാർഹിക സഭ എന്ന് പറയുന്നത്. തീർച്ചയായും. സെക്കൻഡ് ലെവൽ ഫോർമേഷൻ ഈ ചർച്ചിന് ഇടവേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ലെവൽ ഇത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുടെ കാരണം ഞാൻ പറയാൻ, എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ സെമിനാരിയിൽ കുറേ അധികം നാൾ പിള്ളേരെ പിടുത്തക്കാരാണ്, വൊക്കേഷൻ പ്രൊമോട്ടർ ആയിരുന്നു. ഇപ്പോഴും അവരുടെ കോർഡിനേറ്ററായിട്ടൊക്കെ ഞാൻ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ്, ഈ അച്ഛനാവൻ വന്നത് ഇതിൻ്റെ വീട്ടിൽ വഴക്കുണ്ടായിട്ടാണോ? അപ്പനും അമ്മയും തമ്മിൽ വഴക്കുള്ള ഫാമിലീസിലുള്ള പിള്ളേർക്ക് നാച്ചുറലി കുടുംബജീവിതത്തിൽ അവേർഷം കാണും. അവർക്കിതൊരു എസ്കേപ്പ് ചെയ്യാനുള്ള, കാരണം ഇതുപോലെയൊക്കെ ചോദിക്കാതെ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് പോയിട്ട് നെക്സ്റ്റ് വേറെ ലെവലിൽ എത്തുമ്പോൾ അവരത് റിയലി അവർക്ക് വെളിയിൽ നിന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ലെവലത്തിൽ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട് എങ്ങനെയുണ്ട്, വീട്ടിൽ അപ്പനും തമ്മിൽ ഭയങ്കര പോട്ടിയാണോ, അതുകൊണ്ടെങ്ങാനും വിളി കിട്ടി വന്നവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞാൽ വളരെ കൃത്യമായ കാര്യമാണ്. അതിൽ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. 2 സാമുവേൽ 7:29 കർത്താവേ, അടിയൻ്റെ കുടുംബം അവിടുത്തെ തിരുമുമ്പിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് അടിയങ്ങളെ അനുഗ്രഹിക്കാൻ അവിടുന്ന് തിരുവുള്ളമാകണമേ. അങ്ങ് വാഗ്ദാനം പാലിച്ചിരിക്കുന്നു, അവിടുന്ന് അടിയൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അപ്പൻ പ്രാർത്ഥിക്കണം, അമ്മ പ്രാർത്ഥിക്കണം. അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒക്കേഷനിലേക്ക് പോകും. ഒന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു എന്താ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രീസ്റ്റ്ഹുഡിനോടൊക്കെ വലിയ റെസ്പെക്ട് തോന്നും. അത് വീട്ടിൽ നിന്ന് തോന്നണമേ. അണ്ടർലൈൻ സ്റ്റേറ്റ്മെന്റ് ഇത്രേ ഉള്ളൂ, ഇത് ദൈവവിളിയാണ്. അത് ദൈവത്തോട് തന്നെ മുട്ടിന്നാലേ കിട്ടത്തുള്ളൂ. ദൈവം പറഞ്ഞു തരുന്ന വഴിക്കേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇതൊരു കുടുംബം ഒന്നിച്ചൊക്കെ എങ്ങനെ ഏർലി സ്റ്റേജിൽ ഒരു പേഴ്സണൽ ലെവൽ പ്രിപ്പറേഷൻ. നമുക്ക് ചേട്ടനോട് ചോദിക്കാം, നമ്മുടെ കൂടെ ഉള്ളത് യുവാവ് ചിന്തയാണല്ലോ. ചിന്ത ഇങ്ങനെ വിവാഹാഭിപ്രായം എത്തി നിൽക്കുന്ന പുരന്തറഞ്ഞ അത്ര എത്തിയിട്ടില്ല, ചിലത് ആദ്യം പറയാം, നിൽക്കുന്നൊരു പയ്യനാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു വിവാഹത്തെ ഒക്കെ അപ്രോച്ച് ചെയ്തോളൂ, വിളിയൊക്കെ തിരിച്ചറിഞ്ഞോ? അച്ഛാ, എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ വീട്ടിൽ ഇടവകയിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ചെയ്തു. അത് എൻ്റെ ഇടവക സെൻറ്റ് റാഫേൽസ് ഇടവകയാണ്. അപ്പോൾ റാഫേൽ മാലാഖയെ കുറിച്ചുള്ളൊരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അഭിനയിച്ചു, തോബിയാസായിട്ടൊരു റോൾ ഉണ്ടായിരുന്നു. ബട്ട് അന്ന് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ എനിക്ക് മനസ്സിലായത് ഏറ്റവും വലിയ ബ്രോക്കർ എന്ന് പറയുന്നത് നമ്മുടെ മാലാഖയാണ്, റാഫേൽ മാലാഖയാണ്. ആ തോബിയാസിനെ എങ്ങനെ കൊണ്ടുപോയി ആ സാറേനെ കാണിച്ചു കൊടുക്കാനും അവിടെ ഉണ്ടെന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആളെ കൂടെ തോബിയാസിന് കൂടെ നിന്നാണ് ദെൻ സാറെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ഏറ്റവും വലിയ ബ്രോക്കർ റാഫേൽ മാലാഖ. ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നത് റാഫേൽ മാലാഖയുടെ എൻ്റെ ഒരു വൊക്കേഷൻ കൊടുത്തിരിക്കുന്നു. നാടകം കളിച്ചൊക്കെ ദൈവം തിരിച്ചറിഞ്ഞ് ആയ വിശുദ്ധന്മാരൊക്കെ സഭയിൽ ഉണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. അതില് സിൻഡോ, ഈ റഫായൽ മാലാഖയോട് സിൻഡോയ്ക്ക് അങ്ങനെ ഒരു സംഭവം തോന്നുന്നതിന് പിന്നിൽ ഒരു റീസണുണ്ട്. സിൻഡോയുടെ പപ്പ തോബിത്തിനെ പോലെ ഒരു നീതിമാനാണെന്നുള്ളതും കൂടെയാണ് ഒരു ഫാക്ടർ. വീണ്ടും പാരന്റിങ് തിയറികളിലേക്ക് തിരിച്ചു പോവുകയാണ്. തോബിത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, രോഗപീഠ ഉണ്ടാകുന്നു. ഈ അവസ്ഥയിൽ തോബിത്ത് ഒറ്റപ്പെട്ടിരുന്ന തോബിത്ത് ഒരു ചോദ്യമാണ് പിതാവായ ദൈവത്തോട്. അതിനുള്ള മറുപടിയാണ് ഈ റഫായൽ മാലാഖ എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ സോൾവ് ചെയ്യാണ് കേട്ടോ. തീർച്ചയായും. എന്റെ സിൻഡോ അല്ല ഞാൻ നമ്മുടെ സിൻഡോ പറഞ്ഞു വെച്ച കാര്യം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യണം. ആ ഭാവം, കാരണം ഒരു മാലാഖ ഗൈഡ് ചെയ്യുന്നു, എന്നെ അസിസ്റ്റ് ചെയ്യുന്നു, എൻ്റെ കൂടെ നടക്കുന്നു പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഒരു പ്രാർത്ഥനയിൽ ആഴപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവവിളി തിരിച്ചറിയാൻ ഇത്ര വലിയ കാര്യത്തേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ഫാമിലി ഉറപ്പായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്ക് കൊന്തയുടെ ഒരു രഹസ്യമെങ്കിലും നിങ്ങളുടെ മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരുടെ ദൈവവിളി തിരിച്ചറിയാനും അത് കണ്ടെത്താനും വേണ്ടിയുള്ള ഒരു അറേഞ്ച് മാരേജൊക്കെ ആഗ്രഹിക്കുന്ന ഫാമിലിയൊക്കെ ഉറപ്പായിട്ടും 5 മക്കളുണ്ടെങ്കിൽ 5 രഹസ്യങ്ങൾ അവർക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ച് അവരുടെ ജീവിത പങ്കാളിക്കും വേണ്ടി മാറ്റിവെച്ച് ഉറപ്പായിട്ട് പ്രാർത്ഥിച്ചു വരും. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കുമ്പസാരിച്ചും കൂദാശകൾ സ്വീകരിച്ചും വചനം വായിച്ചൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുമെങ്കിൽ നമുക്ക് നൈസായിട്ട് ഈസി ആയിട്ട് നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് എത്താൻ പറ്റും. അതാണ് അടുത്ത ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 3 പേര് കണ്ടെത്തിയവരാണല്ലോ. അപ്പോൾ ഈ അറേഞ്ച് മാരേജ് സിസ്റ്റത്തിൽ എങ്ങനെ ഇപ്പോൾ ഇതാണ് കാണുമ്പോൾ ദിസ് ഈസ് മൈ മാൻ ഓർ ദിസ് ഈസ് മൈ ഗേൾ എന്നെങ്ങനെ മനസ്സിലാവും? എനിക്ക് തോന്നിയത് എൻ്റെ കാര്യം ഇതെങ്ങനെയായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു വർഷം ഒരു ജനുവരി മാസം എത്തിയപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ഈ വർഷം കല്യാണം കാണും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെ ഒരു ശക്തമായ പ്രേരണ വന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രപ്പോസൽ വന്നു, കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ
ആ സമയത്ത് ആരും പറഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ മനസ്സിൽ മനസ്സിലായി ഇതാണ് ആള്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് ഇതാണ് ആളെന്ന് അങ്ങ് മനസ്സിലായി. അപ്പോൾ അത് ശരിക്കും എനിക്ക് മനസ്സിലായത് വേറൊരാൾ പറഞ്ഞിട്ടല്ല ഞാൻ ആ ഉറപ്പെടുക്കേണ്ടത്. എൻ്റെ ആൾ ഇതാണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞാൽ വേറൊരാൾ പറഞ്ഞിട്ടല്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവങ്ങളുടെ കാര്യത്തിൽ. അത് ഇപ്പോൾ അച്ഛനാവാനാലും കന്യാസ്ത്രീ ആകാനാണേലും ഒരു വിവാഹത്തിലേക്കാണെങ്കിലും വേറൊരാൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതും ജീവിതത്തിൽ അവർക്കൊക്കെ ഹിൻഡുകൾ തരാം, അവർക്കൊക്കെ നിങ്ങളൊരു വഴിയിൽ കൊണ്ട് മുട്ടിച്ച് നിർത്താം. പക്ഷേ ദിസ് ഈസ് ദ പേഴ്സൺ ഓർ ദിസ് ഈസ് ദ ലൈഫ് എന്ന് പറയാൻ അവർക്ക് 0 അധികാരമുള്ളത്. അത് പേരൻസ് ആണെങ്കിൽ പോലും ഒരിക്കലും നിർബന്ധിക്കരുതാത്തൊരു ഏരിയ ആണ്. അത് ദൈവവിളി ആയതുകൊണ്ട് തന്നെ ദൈവവും ആ പെർട്ടിക്കുലർ വ്യക്തിയും തമ്മിലുള്ള ഡീലാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു റോളില്ല. സാറ് പറഞ്ഞ കറക്റ്റാണ് അത് പറഞ്ഞത്. ചേച്ചി പറഞ്ഞു. എനിക്കൊക്കെ ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു. അവിടെ സിസ്റ്റേഴ്സ് ഒക്കെ നമ്മളോട് പറയുന്നത് ഡെയിലി നിങ്ങൾ നിങ്ങളുടെ ജീവിതാന്തസ്സിന് വേണ്ടി, ഇപ്പം അച്ഛൻ നേരത്തെ പറയുന്നത് ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു. എല്ലാ ദിവസവും ഒന്നും ഓർക്കത്തില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് വന്നിട്ടുണ്ട്. വരുമല്ലോ. അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയങ്ങളിലും ഒക്കെ നമ്മൾ കാര്യമായിട്ട് ഈ ഒരു സമയം, ഞാൻ വളരെ താമസിച്ച് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എന്ന് വെച്ചാൽ ജോലിയൊക്കെ കിട്ടി 2 കാലിലൊക്കെ നിന്നിട്ട് കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ വളരെ നേരത്തെ ആയിരുന്നു എൻ്റെ കല്യാണം. ഒരു 21 വയസ്സ് കഴിഞ്ഞപ്പോഴേ എൻ്റെ കല്യാണമായി. അപ്പം ഞാൻ ഓർക്കുന്നു അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനും മാറിയിരുന്ന് ഒക്കെ ചെയ്യാൻ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് ചിലപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെ ഒരു കാര്യം സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ ചേച്ചി പറഞ്ഞൊരു പോയിന്റിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്യാൻ തോന്നുന്നു. അതായത് ചേച്ചി ആഗ്രഹിച്ചിരുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ജോലിയൊക്കെ സെറ്റിലായ ശേഷം ഇന്ന് കല്യാണം. നമ്മൾ യൂഷ്വലി ഒരു അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഒരു കെണികളിലൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റിലായ ശേഷം. അപ്പോൾ ഈ സെറ്റിലായെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടൊക്കെ എപ്പോഴാണ് സെറ്റിൽ ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ചിലർ പറയും എൻ്റെ PhD കഴിയട്ടെ, ചിലർ പറയും ഒന്ന് പുറത്ത് പോയി സെറ്റിൽ ആവട്ടെ, ഇത്ര വർഷം വർക്ക് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു അതൊരു പ്രൊവിഡൻസ് ഓഫ് ഗോഡ് എന്നൊരു കൺസെപ്റ്റ്. ദൈവം എല്ലാം അൾട്ടിമേറ്റ്ലി ദൈവമാണ് നടത്തുന്നത്. അതൊരു ചോദ്യചിഹ്നമാവുന്ന കാര്യമല്ലേ? കറക്റ്റാണ് അച്ഛാ. തീർച്ചയായിട്ടും. എൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു സംഭവം, പാലാ ഒരു ഫാമിലി ആയിട്ട് ഞാനിങ്ങനെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, അവരുടെ മോൾക്ക് പാലാ കോപ്പറേറ്റിൽ ജോലി കിട്ടി. അതുകൊണ്ട് തന്നെ മോൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ അവർ ഈ പാലാ പരിസരത്തുള്ള ഒരാളെ കൊണ്ടേ കെട്ടിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അവിടെ കസിൻസിൻ്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു. ഷീ സ്റ്റിൽ വെയിറ്റിംഗ്. കാരണം ഇത് പാലാ കോപ്പറേറ്റിന് അകത്ത് അല്ലേ ഇത് വരുള്ളൂ എന്നുള്ളൊരു ഒരു ധാരണയിലിരിക്കുകയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള ചില ചിന്തകൾ കാരണം ഒരു അപ്രോക്സിമേറ്റ് കണക്ക് ഏതാണ്ട് 1,20,000 കത്തോലിക്ക ചെറുപ്പക്കാർ ഒരു 26 വയസ്സ് തൊട്ട് 43 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ കേരള സഭയിലുണ്ട്, വെയിറ്റിംഗ് ഫോർ എ പാർട്ട്ണർ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഫാമിലിക്ക് വലിയൊരു റോളുണ്ട്. 2 എക്സ്ട്രീമുകളുണ്ട്. ചിലപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തവരെ നിർബന്ധിച്ച് 24 ആയാലും 23 ആയാലും നിർബന്ധിച്ച് പെൺകുട്ടികളെ കല്യാണം നിർബന്ധിക്കും. ചിലവരെ ഇങ്ങനെ ചില മോശമായ വാക്കുകളൊക്കെ നമ്മൾ ഈ കറവപ്പശുക്കൾ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ, ഐ ഡോണ്ട് ലൈക്ക് ടു യൂസ് ദാറ്റ് ടേം. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ് മക്കളെ വർക്ക് ചെയ്യട്ടെ വീടൊക്കെ സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്ന് 30-35 ആയി പോകുന്ന ഒത്തിരി പേരുണ്ട്. ഈ 2 എക്സ്ട്രീമുകളും അപകടം തോന്നുന്നു. അതിനകത്ത് അച്ഛാ വളരെ ഏജ് കുറവും വളരെ അപകടകരമാണ്. എന്നാൽ ഈ ഒരു മച്വർ ഏജ്, അതായത് ഒരു 24-25 ശേഷമാണെങ്കിൽ ഇവർ പല ക്രൈറ്റീരിയ ഇങ്ങനെ അത് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ അവർ പ്രവേശിക്കത്തുള്ളൂ. അത് കാരണം പിന്നെയും ഈ കാര്യങ്ങൾ ലാഗ് ചെയ്യാണ്. അപ്പോൾ ഈ ജോലി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇന്ന ചില അവർ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇനി ഈ ജോലി ഏബിൾ ആണോ, ഒരു കുഞ്ഞിനെ ഇപ്പം ജന്മം കൊടുത്താൽ ഇപ്പം കുഞ്ഞായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനുള്ള ഇൻഷുറൻസ്, അതിനെങ്ങനെ എഡ്യൂക്കേഷൻ ചെയ്യാം, ഇങ്ങനെ പലവിധമായ കോംപ്ലക്സ് ആയിട്ടുള്ള ചില ആൻറ്റിസിപ്പേറ്ററി പെരുന്നാളാണ്. ഈ സാറ് പറഞ്ഞോട് ചേർത്ത് നമ്മൾ ഈ എങ്ങനെയുള്ള ആളെയാണ് അന്വേഷിക്കുന്നതെന്ന് പേരൻസിന് ചില നമ്മൾ പറഞ്ഞ വിവാഹ മാർക്കറ്റിലെ വിവാഹ ഈ കമ്പോളത്തിലെ ക്രൈറ്റീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ ചുമ്മാ ഞാൻ ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടില്ലായിരിക്കും, മറ്റേ നമ്മുടെ ഈ മാട്രിമോണിയൽ സൈറ്റുകളുണ്ട്, എത്ര കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഓരോ ഏരിയകൾ, ഓരോ മാർക്കറ്റ് ഉണ്ടല്ലോ. ഇന്ന കാറ്റഗറിക്ക് ഇന്ന ഇത്, അടുത്ത കാറ്റഗറിക്ക് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമുക്ക് ദൈവവിളി എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഉറപ്പായിട്ട് ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. അതിനും മേളിൽ നിന്ന് എങ്ങനെ നമുക്ക് നോക്കാം. അതായത് ഉറപ്പായിട്ടും ജോലി, സ്റ്റാറ്റസ്, കുടുംബം, മഹിമ, പിന്നെന്താ ലൊക്കേഷൻ, ഈ സ്ഥലം, വീടിരിക്കുന്ന സ്ഥലം, ഇതുപോലെ കുറെ ക്രൈറ്റീരിയൻസിന്റെ പേരിലാണല്ലോ. ബാക്കി എല്ലാം നോക്കുന്നുണ്ട്. എല്ലാ ജോലി നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ വീട്, സ്ഥലം എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ആ പേഴ്സൺ എങ്ങനെയുണ്ടോന്ന് ആരും നോക്കുന്നില്ല. ശരിക്കും നോക്കേണ്ടത് ആ പേഴ്സൺ എങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ വിദേശത്തുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യം, ഒരു 2 വീക്കിനൊക്കെ വരും,
2 വീക്കിന് വരുന്നു, കല്യാണം കഴിഞ്ഞു, തിരിച്ചു പോകുന്നു. ഒരു അപ്പൊ അതൊക്കെ ഭീകര ഭയങ്കര- അപകടത്തെ പറ്റി അതായത് വൃത്തിയായിട്ടൊരു നമ്മൾ മനസ്സിലാക്കാതെ പോലുമാണ് പെട്ടെന്ന് ഈ കല്യാണം കഴിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം, എൻ്റെ ജീവിത പങ്കാളി തീർച്ചയായിട്ടും ദൈവാനുഭവമുള്ള ഒരാളായിരിക്കണം, എനിക്ക് വിവാഹം കഴിഞ്ഞാലും ദൈവവേല ചെയ്യാൻ സാധിക്കണം എന്ന് എൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കർത്താവിനോടുള്ളൊരു ക്രൈറ്റീരിയ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഈ പോസിബിലിറ്റി ഒന്നും ആരും ഒരു കാരണവശാലും വെക്കാൻ സാധ്യത കുറവില്ല. അൾട്ടിമേറ്റ്ലി ഇതൊരു ആത്മീയ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് വിവാഹം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആത്മീയമായ ഒരു കർമ്മമാണല്ലോ. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും വളരെ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളെ പറ്റി ഡിസ്കഷനെ ഈ പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് സിസ്റ്റത്തിൽ മോസ്റ്റ്ലി ഓടുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംസാരം കൊണ്ടൊക്കെ ഒരു ഡിസ്കഷൻ കൊണ്ടൊക്കെ സംഭവിക്കുന്ന ചേഞ്ചിന്റെ ഫാക്ടർ അതാണ്. ഇത് ദൈവവിളിയാണ്, ദൈവിക കാര്യമാണ്, ദൈവത്തിന് മുട്ടിയും ചെയ്യുന്നതാണ്. വിവാഹം ആത്മീയമായ ഭയങ്കര ഉത്സവമാക്കി മാറ്റേണ്ട അവസ്ഥയെ പറ്റി കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ നാടൊക്കെ വളരേണ്ടിയിരിക്കുന്നു. ഈ ഡൗറിയുടെ കാര്യം അവിടെ ഒരു വിഷയമാണ്. വളരെ വിഷയമാണ്, വളരെ വലിയ വിഷയമാണ്. സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് മാരേജ് പോകുമ്പോൾ ഈ നേരത്തെ സിൻഡോ പറഞ്ഞ ഈ പേഴ്സണെ നോക്കുന്നില്ല. നമ്മുടെ ആ ഒരു ഇന്റൻഷൻ തന്നെ മാറിപ്പോവാണ്. ഈ എന്തിനാണ് ഈ മാരേജ് നടത്തുന്നത്? ഈ ഡൗറി എന്ന വാക്കൊന്നും പബ്ലിക്കലി യൂസ് ചെയ്യാൻ പോയിട്ടും നിയമപരമായിട്ട് 80-ൽ നിർത്തിപ്പോയ നിരോധിച്ച സാധനങ്ങളാണ്. ഇപ്പോഴും നമ്മൾ പല ഓമനപ്പേരുകളിലും ഗിഫ്റ്റുകളും അതും ഇതൊക്കെ ആയിട്ട് പല ഓമനപ്പേരുകൾ സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിക്ക് വിലയിടുന്നതിനേക്കാളും വലിയൊരു ഡീഹ്യൂമനൈസേഷൻ പാർട്ട് അല്ലെങ്കിൽ ഒരാളെ ഒരു ദൈവിക സൃഷ്ടിയെ അപമാനിക്കുന്നതിനേക്കാൾ വലിയ സംഭവം തോന്നുന്നില്ല. ഈ ജോലി അനുസരിച്ചാണ്. വലിയ ജോലി ഉള്ളവർക്ക് കൂടുതൽ ആക്ച്വലി നേരെ തിരിച്ചു വരേണ്ടത്, അവർക്ക് അത്ര ഉണ്ട്. അല്ല, വേറൊരു വലിയ അപകടം, വിവാഹം കഴിക്കാൻ തന്നെ താല്പര്യമില്ല. വിവാഹം കഴിച്ച് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റിയിലോട്ട് കയറാൻ തന്നെ താല്പര്യമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഈ ഡവറിയുടെ കാര്യത്തിൽ ഒരു ഫോർകാസ്റ്റ് ചെയ്തിട്ടൊരു സംഭവം പറയാം. അതായത് എൻ്റെ അറിവിലൊരു കുറച്ചധികം വിവാഹങ്ങൾ ഡവറി ചോദിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് പൈസ കൊടുത്ത് കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. കാരണം 40-41 വയസ്സായി. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഡവറി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കില്ല. അപ്പം ഞാനങ്ങനെ പലരോട് സംസാരിച്ചവർ പറഞ്ഞു, ചേട്ടായി എവിടെയെങ്കിലും ഇങ്ങനെ പറ്റിയ 10 പൈസ വേണ്ട ചേട്ടായി, അങ്ങോട്ട് കൊടുക്കാം, നമുക്ക് വേണം അങ്ങോട്ട് കൊടുക്കാം, എന്നിട്ട് അവരുടെ പേരൻസിന്റെ കൊടുത്തിട്ട് അവരിങ്ങോട്ട് കൊടുത്തോട്ടെ. ഇതൊരു ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വേറെ രീതിയിൽ കൂടി അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഈ വിവാഹ ആലോചന നമ്മൾ ഉയർത്തുന്ന ക്രൈറ്റീരിയൻസ് ഉണ്ട്. അങ്ങനെ ഭീകരമായ ക്രൈറ്റീരിയൻസിന് പുറത്ത് കുറച്ച് വർഷങ്ങളൊക്കെ അങ്ങ് പോകും. ഈ ക്രൈറ്റീരിയൻ മീറ്റ് ചെയ്യപ്പെടാതെ ആലോചന വന്നു മുടങ്ങിപ്പോയി അവസാനം ഏതെങ്കിലും കിട്ടിയാൽ മതി അവസ്ഥയിലേക്ക് വിവാഹം ചെയ്യുന്ന കുറെ പേരുണ്ട്. നിരാശപ്പെട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദൈവമായിട്ട് ചേർന്ന് നിൽക്കാത്തതിന്റെയും ദൈവികത അന്വേഷിക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണ്. എനിക്കൊന്ന് പേരൻസ് വെച്ചാൽ ഈ ആലോചന നടക്കുമ്പോൾ ഈ പയ്യനോ അല്ലെങ്കിൽ പെങ്കൊച്ചനോടോ ഒപ്പം പേരൻസും നിരന്തരം ഇത് തന്നെയാണോ ആള്. കാരണം ഒരുപാട് നല്ലവരുണ്ടായിരിക്കാം, പക്ഷെ എന്റെ ആൾ ഏതാണെന്നുള്ളത് എല്ലാം നല്ലവരും നമുക്കുള്ളതല്ല. എല്ലാം നന്മയാണ്, പക്ഷെ എനിക്കത് വേണമെന്നില്ല. ഇത് സാറ് പറഞ്ഞതും വളരെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നല്ല കുടുംബം നമ്മൾ നോക്കുന്നത്, നല്ല പയ്യൻ, നല്ല ജോലി, നല്ല കുടുംബം, നല്ല സൽപ്പേര്, എന്നാ പിന്നെ കെട്ടിക്കൂടെ? അപ്പോ പക്ഷെ പെൺകുട്ടിക്ക് ആ വ്യക്തി ഇഷ്ടപ്പെടണ്ടേ, അതെന്റെ വ്യക്തിയാന്ന് തോന്നണ്ടേ? അത് മാത്രമല്ല, വിവാഹം കഴിക്കുന്നതിന് ഇങ്ങനെ ഒരു കൂദാശ സ്വീകരിക്കുന്നതിന് മാതാപിതാക്കളും അല്ലെ ചുറ്റും നിൽക്കുന്നവരും ആ വ്യക്തി തന്നെയും വെക്കേണ്ട ഒരു നല്ല ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ക്രൈറ്റീരിയാസിന് ഉപരിയാണ് ശരിക്കും പറയുന്നത് ഒരു കൂദാശയായിട്ട് സ്വീകരിക്കുന്നത്. പക്ഷെ ആൾക്കാർ പലപ്പോഴും സ്വീകരിക്കുന്നത് വേറൊരു ഓപ്പോസിറ്റ് രീതിയിലാണെന്ന് മാത്രം. നാട്ടു നടക്കുന്ന രീതിയിൽ പ്രായമായ കല്യാണം നടക്കണം. കേസുകളിലെങ്കിലും ഈ പെൺകുട്ടിക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഇപ്പോഴും ഉണ്ട്. അതെ അല്ലേ? എനിക്ക് ടിൻഡു പറഞ്ഞൊരു കാര്യം ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതായത് ഇതിനൊരു സാക്രമെന്റൽ ബ്യൂട്ടി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന ഒരാളെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അവളെ IELTS ചെയ്തിട്ട് കിട്ടുന്നില്ല. പല രീതിയിൽ പ്രാർത്ഥിച്ചു നോക്കി കിട്ടുന്നില്ല. ഇവർക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ID കിട്ടി. എന്നാൽ പിന്നെ എബ്രോഡുള്ള ഒരാളെയും കിട്ടിയാലോ? അപ്പൊ പിന്നെ ഇത് നടക്കും, കല്യാണവും നടക്കും. അത് ഒത്തിരി ട്രോളുകളും ഒത്തിരി കോമഡി സ്കിറ്റുകളൊക്കെ വരുന്ന സമയമാണിത്. കഴിച്ച് ഞാൻ കണ്ടൊരു ട്രോളാണ്. ഇങ്ങനെ വഴി നടന്നിട്ട് പെൺകുട്ടിയെ ഇന്ന ഹോസ്പിറ്റലിൽ പഠിക്കുന്ന ആളല്ലേ, ഞങ്ങൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് IELTS പഠിക്കുന്നുണ്ടല്ലോ, നമുക്ക് തമ്മിൽ കല്യാണം ആലോചിച്ചാലും ഞാനൊരു ജോലി ഇല്ലാത്തൊരു പയ്യനാണ്, പക്ഷെ കെട്ടാൻ ആഗ്രഹമുള്ളവരാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കല്യാണത്തിന് വേണ്ടി വളരെ ഫേവറബിൾ ആയിട്ടുള്ള ദൈവഹിതി വെളിപ്പെടുത്തി കൊടുക്കുന്ന ചില ആൾക്കാരും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു മാരേജ് ഒരു കോൺട്രാക്ട് അല്ല, ലൈക്ക് അതൊരു കവനന്റ് ആണ്. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കാത്തലിക്, എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞത് നമ്മുടെ കാത്തലിക് ചർച്ച് തന്നെയാണ് തോന്നുന്നു. ഞാൻ ഇങ്ങനെ വായിച്ചൊരു കാര്യമായിരുന്നു, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രൻ സ്വീകരിക്കുന്നു, അത് പരിശുദ്ധാത്മാവിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അതുപോലെയാണ് നമ്മുടെ കുടുംബങ്ങളും. ഹസ്ബൻഡ് കൊടുക്കുന്നു, ഭാര്യ
അത് റിസീവ് ചെയ്യുന്നു. ദെൻ അവരുടെ ആ സ്നേഹത്തിൽ നിന്ന് ഒരു ഉണ്ണിവാവ് ഉണ്ടാവുന്നു. ശരിക്കും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയല്ലേ? അത് ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ പ്രൈമറിലി വി ബാക്ക് ടു ദ ബേസിക് എലമെന്റ്. കുഞ്ഞിനെ പ്രാർത്ഥിച്ചൊരുങ്ങാൻ, കുടുംബത്തിന് ഒരുങ്ങാൻ, വ്യക്തിപരമായിട്ട് ഒരുങ്ങാൻ, ഇതൊരു സാക്രമെന്റ് ആണെന്ന് പറഞ്ഞ് സ്വീകരിക്കുക. നമ്മളിന്റെ നാട്ടു നടപ്പെന്ന നിലയിൽ പ്രായമായി എന്നാൽ പിന്നെ കെട്ടണമല്ലോ, എല്ലാവരും കെട്ടുകയാണല്ലോ, വിദേശത്തേക്ക് പോയി സെറ്റിൽ ആവണമല്ലോ എന്നൊരു കൺസെപ്റ്റിനേക്കാൾ ഉപരി ഒരു സാക്രമെന്റ് ഗ്രേസിന്റെ പോയിന്റ് വരണം. ഏറ്റവും മനോഹരമായിട്ട് ചരിത്രത്തിൽ വിവാഹത്തിന് ഒരുങ്ങിയ ഒരു വിശുദ്ധയെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു, ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. അത് വിശുദ്ധ എമീലിയാണ്. ഞാൻ തന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും പറയാറുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് സെയിന്റ് എമീലിയയുടെ ജീവിതം. അവൾ ബാല്യത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു വിവാഹമാണ് അവളുടെ ജീവിതാന്തസ്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളായി. അപ്പോൾ അവൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഏറ്റവും വിശ്വസ്തനായ, വിശുദ്ധനായ, പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത പങ്കാളി, ഒത്തിരി മക്കളൊക്കെ സ്വീകരിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടണം. അതിനുവേണ്ടി അവൾ ഒരു ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് തോന്നി ദിസ് ഈസ് ഇൻകംപ്ലീറ്റ്, ഈ പ്രാർത്ഥന പൂർണ്ണമല്ല. എനിക്ക് തോന്നി നല്ല ഭർത്താവിനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നല്ല മക്കളെയും കിട്ടണമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ? അപ്പോൾ അവൾ പറഞ്ഞു, ഈശോ എനിക്ക് ദൈവകൃപയുള്ള ഒത്തിരി മക്കളെ തരണമേ. അപ്പോൾ അതിനു വേണ്ടി അവൾ വേറെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഭയങ്കര പ്രാർത്ഥന ഉപവാസമൊക്കെയാണ് ഈ ടീനേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത്. പിന്നീട് അവൾക്ക് തോന്നി ശരിക്കും ഈ അപ്പനും ഭർത്താവും മക്കളും മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, വീടാകുമ്പോൾ ഒരു കൂട്ടുകുടുംബമൊക്കെ ആണല്ലോ. വീട്ടിൽ ഈ ഇൻലോസ്, അമ്മായിപ്പനും അമ്മായിയമ്മയൊക്കെ യാതൊരു വിധത്തിലും മനസ്സമാധാനം തരാത്തവരാണെങ്കിൽ ഭർത്താവിനും മക്കളെ കൊണ്ടായിട്ട് കാര്യമില്ലല്ലോ, കുടുംബസമാധാനം കാണത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്ക് നല്ല ഇൻലോസിനെ തരണേ. അങ്ങനെ പല ഉപവാസവും പ്രാർത്ഥനയൊക്കെയായിട്ട് മൊത്തം ഈ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ട് കല്യാണം വരെ ഭയങ്കര പ്രാർത്ഥനയാണ്. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇന്ന് തിരുസഭയിൽ അവൾ വിശുദ്ധയാണ്, വിശുദ്ധ എമീലിയ. അവളുടെ ഭർത്താവ് വിശുദ്ധനാണ്, വിശുദ്ധ ബേസിൽ ദ എൽഡർ. അവളുടെ അമ്മായിയമ്മ വിശുദ്ധയാണ്, വിശുദ്ധ മക്രീന ദ എൽഡർ. കാര്യം എന്നറിയാമോ, പിന്നെ താഴെ 2 യങ്ങർമാർ വരുന്നുണ്ട്. അവളുടെ മൂത്ത മകൻ ബേസിൽ ദ ഗ്രേറ്റ്, അതുകൊണ്ടാണ് അപ്പൻ ബേസിൽ ദ എൽഡർ എന്ന് പറയുന്നത്. അവളുടെ 3ാമത്തെ മകളുണ്ട് മക്രീന ദ യങ്ങർ. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗ്രിഗറി ഓഫ് നീസ, പിന്നെ തെയോസിബിയ, നുക്രാറ്റസ് എന്ന് പറയുന്ന 6 മക്കള്. നിങ്ങൾ അവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും തലയിൽ ഇങ്ങനെ റായൊക്കെ വെച്ചിട്ട് തിരുസഭയിലെ വിശുദ്ധരുടെ വലിയൊരു നിര. എവിടുന്നാ? സിംഗിൾ പ്രെയർ മെയ്ഡ് ബൈ എ ഗേൾ വിത്ത് ലോട്ട്സ് ഓഫ് കൺവിക്ഷൻ. അവളുടെ 16-ലും 17-ലും 18-ലൊക്കെ ഈ ഒരു കാര്യത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമ്മൾ അത്ഭുതം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള ഏക സുവിശേഷം, പ്രതി വിവാഹത്തിന് ഒരുങ്ങുന്നവർ അവരുടെ പേരൻസിനുള്ള ഏക സുവിശേഷം പ്രേ ഗോഡ് വിൽ ആൻസർ ടു ദ റൈറ്റ് ടൈം, ടു ദ റൈറ്റ് പേഴ്സൺ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൈവം കൊണ്ട് തന്നിരിക്കും ഇൻ ഹിസ് ഓൺ ടൈം. നമുക്കൊരു നിമിഷം ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കുടുംബമൊക്കെ ഒന്ന് ചേർന്ന് നിന്ന് ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രത്യേക ഇടമുള്ള സ്ഥലമാണല്ലോ. നീ കുടുംബങ്ങളെ സ്നേഹിച്ചവനാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ദൈവവിളിയെ തൊടണമേ. ദൈവവിളി എന്തെന്ന് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടുന്ന, കൺഫ്യൂഷനായി നിൽക്കുന്ന അനേകം യുവജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഒന്നുചേർന്ന് ഈ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനെ വലിയ ബോധ്യം കൊടുക്കണമേ, തിരിച്ചറിവ് കൊടുക്കണം. ഇതാണ് എൻ്റെ ദൈവവിളി എന്ന്. ദൈവവിളി തിരിച്ചറിഞ്ഞവർക്ക് അതിൽ ആഴപ്പെടാൻ, കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ സമർപ്പിക്കാൻ, നിന്റെ ഹിതം ഓരോ നിമിഷവും അന്വേഷിക്കാൻ, വിശുദ്ധിയിൽ ചെറുപ്പത്തിൽ ജീവിക്കാൻ വലിയ കൃപ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈശോയെ, ഒത്തിരി നാളുകൾ അന്വേഷിച്ചിട്ടും ജീവിത പങ്കാളിയെ കിട്ടാതെ, കണ്ടെത്താനാവാതെ വിവാഹം നീണ്ടുപോയി നിൽക്കുന്ന ഒത്തിരി യുവജനങ്ങളുണ്ട്. ആയിരക്കണക്കിന് നിരാശയിൽപ്പെട്ടുപോയ യുവജനങ്ങളുണ്ട്. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊക്കെ ഉത്തരമായും ആശ്വാസമായും നിന്റെ സ്വർഗീയ ദൂതന്മാരെ അവരുടെ ജീവിതത്തിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് കുറച്ചുകൂടി വെട്ടം കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുസഭയ്ക്ക് തന്നെ തമ്പുരാനെ ഈ ജീവിത വിളി കണ്ടെത്തുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ഒത്തിരി വേദികൾ തുറന്നു തരാനായിട്ട് സഭാധികാരികൾക്കും ഒത്തിരി പ്രകാശം കൊടുക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവജനങ്ങളെയും, പ്രത്യേകിച്ച് വിവാഹിതരായവരെയും, വിവാഹത്തിലേക്ക് കടന്നവരെയും, വിവാഹ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരെയും, ജീവിതങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം സ്വർഗത്തിന്റെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധരുടെ മാധ്യസ്ഥം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്